ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഫാത്തിമ അജ്മൽ വ്ളോഗ്സ്. ഞാൻ വീണ്ടും ഒരു റംദാൻ സ്പെഷ്യൽ റെസിപ്പിയായി എത്തി ഗായ്സ്. ഇന്ന് നമ്മുടെ റെസിപ്പി ഒരു സമൂസയാണ്. പലരുടെയും മേശപ്പുറത്ത് വർഷങ്ങളായി നോമ്പ് തുറക്കി സ്ഥാനം പിടിച്ച ഒരു ഐറ്റമാണ് ഇന്ന് നമ്മുടെ താരം. എനിക്കൊരു കൂട്ടുകാരി ഉണ്ട് കേട്ടോ. പുള്ളിക്കാരി ഒരു ഈന്തപ്പഴവും വെള്ളവും കുടിച്ച് നോമ്പ് മുറിച്ചാൽ പിന്നെ വേണ്ടത് ഒരു സമൂസയും ഒരു കപ്പ് ചായയുമാണ്. നിങ്ങൾക്കും അതുപോലത്തെ കൂട്ടുകാരുണ്ടെങ്കിൽ താഴത്ത് കമന്റ് ചെയ്യണേ, നമുക്ക് നോക്കാലോ. എന്നാൽ നമുക്ക് ഇന്നത്തെ റെസിപ്പിയിലേക്ക് കടന്നാലോ. ഉച്ചയ്ക്ക് ശേഷം സെർച്ച് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും അല്ലേ, നോമ്പ് തുറപ്പിന് ഇന്ന് എന്ത് സ്പെഷ്യലാണ് തയ്യാറാക്കേണ്ടതെന്ന്. ഒരു ഈസി സമൂസ റെസിപ്പി കേട്ടാലോ? വായോ, നമുക്ക് ഒരുമിച്ച് ഇന്ന് ഒരു ഈസി സമൂസ റെസിപ്പി തയ്യാറാക്കാന്നേ. ഇനി നമുക്ക് സമൂസ തയ്യാറാക്കാൻ വേണ്ട സാധനങ്ങൾ ഓരോന്നോരോന്നായി പരിചയപ്പെട്ടാലോ. ഇതെല്ലാമാണ് ഐറ്റംസ്. ഇനി ഞാൻ ഓരോരുത്തരെ പരിചയപ്പെടുത്തി തരാം നിങ്ങൾക്ക്. ആളാട്ടോ നമ്മുടെ മെയിൻ താരം, പേര് പപ്പടം. ആദ്യം നമുക്ക് അതിലെ ഫില്ലിങ്സ് തയ്യാറാക്കി എടുക്കാം. മെയിനായിട്ട് വേണ്ടത് 2 പൊട്ടറ്റോ ദാ ഇതുപോലെ കുഞ്ഞായി അരിഞ്ഞത്. ഇനി ഒരു സവാള ദാ ഇതേപോലെ അരിഞ്ഞെടുക്കാം. ശേഷം ഒരു തക്കാളി ഇതുപോലെ കട്ടാക്കി എടുക്കാം. ഇനി വേണ്ടത് ഒരു ക്യാരറ്റാണ്, ഇതേപോലെ ആക്കിയെടുക്കാം. ശേഷം ഒരു മുളക്, ഇനി കുറച്ച് കറിവേപ്പില, 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ പെരുംജീരകപ്പൊടി, 1 സ്പൂൺ ഉപ്പും. പിന്നെ ഇനി ഇതെല്ലാം ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ. ഗ്യാസ് കത്തിക്കുക, ഒരു ഫ്രൈ പാൻ അടുപ്പിലേക്ക് വെക്കുക, ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾക്ക് വേണ്ടത്, നമ്മൾ കുഞ്ഞായി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള എണ്ണ ചൂടാകുമ്പോൾ അതിലേക്കിട്ട് നന്നായി വഴറ്റിയെടുക്കാം. നല്ല പോലെ വഴറ്റി ഒരു ഗോൾഡ് കളറൊക്കെ ആവുന്നതാ ഈ ഒരു പരുവൊക്കെ എത്തുമ്പോൾ നമുക്കതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ശേഷം നന്നായി ഇളക്കി വഴറ്റിയെടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ആഡ് ചെയ്യേണ്ടത് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരുന്ന ഒരു ചില്ലിയാണ്. അത് നന്നായി വഴറ്റിയെടുത്തതിന് ശേഷം പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ഇനി ക്യാരറ്റും നന്നായി ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേക്കും ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വീണ്ടും ഇത് നന്നായി വഴറ്റിയെടുക്കാം. ഇനി തക്കാളി ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേക്കും പൊടി ഐറ്റംസ് ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആദ്യം ഇട്ട് ഒന്ന് നന്നായി ഇതിനെ വഴറ്റിയെടുക്കാം. ശേഷം 1 സ്പൂൺ മുളക് പൊടി ഇടാം. മുളക് പൊടി അടി കരിയാതെ തീ കുറച്ച് വെച്ച് നന്നായി അതിലേക്കിട്ട് ഇളക്കിയെടുക്കാം. ഇനി വേണ്ടത് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി കുറച്ച് മതി കേട്ടോ, അതായത് ഏകദേശം ഒരു 1/2 സ്പൂൺ. പിന്നെ നന്നായി ഇതിനെ ഇളക്കിയെടുക്കാം. ഇനി നമുക്ക് പെരുംജീരകത്തിന്റെ പൊടി ഇട്ട് കൊടുക്കാം. ശേഷം നന്നായി ഇളക്കി ആ പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറട്ടെന്നേ. നമ്മുടെ തക്കാളിയിലും ക്യാരറ്റിലും ഒക്കെ ആ പൊടിയുടെ ഒരു ഇത് പിടിച്ചു വരട്ടെ. ശേഷം ഇനി നമ്മൾക്ക് കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. അത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനിയാണ് മെയിൻ താരം പൊട്ടറ്റോ ഒക്കെ ഇട്ട് ആ പൊട്ടറ്റോ ഒന്ന് കളർ ചേഞ്ച് ആവുന്നിടം വരെ ഈ മസാലയെ കിടന്നൊന്ന് വഴണ്ട് വരട്ടെ. ഈ കളർ ആവുന്നിടം വരെ അതിനെ നന്നായി കരിയാതെ ഇളക്കിയെടുക്കാം. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. റെഡിയായി കേട്ടോ, അതിൻ്റെ അകത്തെ ഫില്ലിങ്സ് ഇതാ റെഡി ആയിരിക്കുന്നു. ഇനി ഒരു ബൗൾ എടുക്കാം, അതിലേക്ക് ഇതിനെ മാറ്റി വെക്കാം. ഒന്നിരുന്ന് തണുക്കട്ടെന്നേ. ഇനിയാണ് നമുക്ക് നമ്മുടെ താരത്തെ തയ്യാറാക്കി എടുക്കാൻ പോകുന്നത്. ഒരു പപ്പടം എടുക്കാം, സൈഡ് ഇതുപോലൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഒരു ബൗളിലേക്ക് കുറച്ച് മൈദയും കുറച്ച് വെള്ളവും കൂടെ എടുത്ത് ഇതുപോലെ ആ പപ്പടത്തിലേക്ക് തേച്ച് കൊടുക്കാം. ശേഷം ഇതുപോലൊരു കോണാക്കി മടക്കിയെടുക്കാം. ഫില്ലിങ്സ് അതിലേക്ക് വെച്ച് മേൾവശവും മടക്കി സെറ്റാക്കിയതാ ഇതേപോലെ ചെയ്യാം. എല്ലാം നമ്മൾ അതുപോലെ കോണാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഗ്യാസ് കത്തിക്കുക, ഒരു പാൻ വെക്കുക, എണ്ണ ഒഴിക്കുക. എണ്ണ നന്നായി ചൂടായി വരുമ്പോഴത്തേക്കും നമ്മുടെ മടക്കി വെച്ചിരിക്കുന്ന സമൂസ അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നന്നായി ഒന്ന് ഫ്രൈ ആയി വരട്ടെന്നേ. മറിച്ചും തിരിച്ചു ഇട്ട് അതിനെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. നമ്മുടെ ഈസി പപ്പട സമൂസ തയ്യാറായിട്ടുണ്ട് കേട്ടോ. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ വീട്ടിൽ ഇത് വെച്ച് ഒന്ന് ട്രൈ ആക്കി നോക്കണേ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. സമൂസ ഷീറ്റ് ഇല്ലാത്തവരും വിഷമിക്കേണ്ട, മാവ് കുഴച്ച് സമയം കളയും വേണ്ടെന്നേ. ഈസിയാണ്,
ഒരു വട്ടമെങ്കിലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുതേ കൂട്ടുകാരെ. ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അടുത്തൊരു ഈസി റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാൻ കൂട്ടുകാരെ. ലവ് യു ഓൾ. ബൈ ബൈ.